ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ പോലീസാണ് ഒരു സ്ത്രീക്ക് നീതി നിഷേധിച്ചത്. അവർക്ക് എന്ത് പറ്റിയെന്ന് പോലും പോലീസ് അന്വേഷിച്ചില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഒരു കപ്പായിട്ടുള്ളൊരു ഇരിപ്പുണ്ടല്ലോ, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് ഈ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ അവരുടെ സുരക്ഷയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ താല്പര്യം, ആഘോഷിക്കപ്പെട്ടൊരു താല്പര്യമുണ്ടല്ലോ. നേരത്തെ ഒരു കേസ് വന്നപ്പോൾ ഒരു കപ്പിൽ എഴുതി വെച്ചിട്ട് ആ കപ്പ് നിങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ അദ്ദേഹം ആ കപ്പിലെ വെള്ളം കുടിക്കുന്നത് കാണിച്ചല്ലോ. എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ? മുഖ്യമന്ത്രിയുടെ പോലീസാണ് ഒരു സ്ത്രീ ഫോണിൽ വിളിച്ചിട്ട്, ഒരു മന്ത്രിയുടെ ഭാര്യ ഫോണിൽ വിളിച്ചിട്ട് അവിടെ വന്ന് എന്താണെന്ന് അന്വേഷിക്കാതെ അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് അവരെ കാണാതെ നേരെ അതേ ജീപ്പിൽ തന്നെ തിരിച്ചു പോയത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മറ്റേ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ DGPക്ക് പരാതി നൽകി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടെന്നും മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ ഇത് നേരിൽ കണ്ടെന്നും പരാതിയിൽ പറയുന്നു. മന്ത്രിയും സ്റ്റാഫും ചേർന്ന് ഭാര്യ ബിന്ദുവിനെ ആക്രമിച്ചു. മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിലെ ആവശ്യം. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് KSU പരാതിയുമായി രംഗത്തെത്തിയത്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെയായിരുന്നു ഭാര്യ ബിന്ദു മേനോന്റെ ഒരു ഗുരുതരമായ ആരോപണം ഉണ്ടായത്. ഇത്തരത്തിൽ മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് കണ്ടതെന്നാണ് ഇത്തരത്തിൽ ഭാര്യ ഒരു പരാതി നൽകിയത്. DGPക്കാണ് പരാതി നൽകിയത്. ഇപ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ ഈ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടെന്നും മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ ഇത് നേരിൽ കണ്ടെന്നും പരാതിയിൽ പറയുന്നു. മന്ത്രിയും സ്റ്റാഫും ചേർന്ന് ഭാര്യ ബിന്ദുവിനെ ആക്രമിച്ചു. മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിലെ ആവശ്യം. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ KSU ഒരു പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിക്കെതിരെ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഭാര്യ ബിന്ദു മേനോൻ നടത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ DGPക്ക് പരാതിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള യദു കൃഷ്ണൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടു എന്നും ഈയൊരു സംഭവം മന്ത്രിയുടെ ഭാര്യ തന്നെ നേരിൽ കണ്ടു എന്നൊക്കെയാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. എന്തായാലും മന്ത്രിയും സ്റ്റാഫും ചേർന്ന് ഭാര്യ ബിന്ദുവിനെ ആക്രമിച്ചതും മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നൊക്കെയാണ് ഇപ്പോൾ പരാതിയിലെ ആവശ്യമായി പറയുന്നത്. എന്തായാലും ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണമാണ് ഭാര്യ ബിന്ദു മേനോൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായ യദു കൃഷ്ണൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത്. വിനയ, ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ നടത്തിയ ഈ ഒരു ആരോപണത്തിന് പിന്നാലെ ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള യദു കൃഷ്ണൻ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ ബിന്ദു മേനോൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത് KSU. അതിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് മന്ത്രിയെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSU DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ വേണ്ട നടപടി സ്വീകരിക്കണം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെയും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെതിരെയും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSU ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. യദു കൃഷ്ണനാണ് KSUയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള യദു കൃഷ്ണനാണ് DGPക്ക്
ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പോലീസിനെ അറിയിച്ചിട്ടും വേണ്ട തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ പ്രധാനമായും വിവിധ നേതാക്കൾ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതിലെല്ലാം തന്നെ പ്രതികരിക്കുന്നത് ഇത്തരത്തിൽ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും വേണ്ട സുരക്ഷ നൽകാത്ത പക്ഷം എങ്ങനെയാണ് സാധാരണക്കാർക്ക് സുരക്ഷ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ്, മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് മന്ത്രിക്കെതിരെ ഉയരുന്നത്. ഇതിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാനുള്ളത്, മുഖ്യമന്ത്രിയുടെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. മന്ത്രിസഭയിൽ തുടരാൻ KB ഗണേഷ് കുമാറിന് തുടരാൻ ഇനി മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതിൽ പ്രധാനമായും ഈ ബിന്ദു KB ഗണേഷ് കുമാറിന്റെ ഭാര്യ മുഖ്യമന്ത്രിയുടെ മകളോടടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളോട് ഇക്കാര്യങ്ങൾ, ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഇന്നിപ്പോൾ പ്രധാനമായും ബിന്ദു മേനോൻ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ബിന്ദു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് താൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, KB ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തെ കാണാൻ കഴിയാത്ത രീതിയിൽ കണ്ടു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ബിന്ദു മേനോൻ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോകളടക്കം താൻ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ തൻ്റെ കയ്യിലുണ്ട്, തെളിവുകളടക്കം തന്നെ തൻ്റെ കയ്യിലുണ്ട്. പക്ഷേ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നിരുന്നെങ്കിൽ പോലും തൻ്റെ മൊഴിയെടുക്കാൻ തന്നെ കൂട്ടാക്കിയില്ല. മന്ത്രി വീട്ടിലേക്ക് കയറ്റിയില്ല. അത് വീട്ടിലേക്ക് കയറരുത് എന്ന് മന്ത്രി പറഞ്ഞതിന് പിന്നാലെ തന്നെ പോലീസ് തിരികെ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തൻ്റെ മൊഴിയെടുക്കാൻ പോലും അന്വേഷണം അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ അടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ KB ഗണേഷ് കുമാറിനെതിരെയും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തുറന്നടിച്ചുകൊണ്ടാണ് ബിന്ദു മേനോൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ മന്ത്രിക്കെതിരെ, മന്ത്രിയുടെ ഈ ജനപ്രതിനിധിയാണ് മന്ത്രി, ഒരു മന്ത്രി ആയതുകൊണ്ട് തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. മന്ത്രിയുടെ സന്തത സഹചാരികളടക്കം തന്നെ തൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, തന്നെ റൂമിലിട്ട് പൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ബിന്ദു മേനോൻ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. നമുക്കറിയാം മന്ത്രിയുടെ ഡ്രൈവറാണ് തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മന്ത്രിക്ക് തെറ്റ് പറ്റിയതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ സന്തത സഹചാരികളടക്കം പറഞ്ഞു എന്നാണ് ബിന്ദു മേനോൻ തുറന്നടിക്കുന്നത്. അതിൽ പ്രധാനമായും നമുക്കറിയാം ഈ മന്ത്രിയുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ബിന്ദു ഉന്നയിക്കുന്നത്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷമടക്കം തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇതിലൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു MLA ഹോട്ടൽ വളഞ്ഞ് പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇനി എന്താണ്, മന്ത്രി അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി നാളെ മന്ത്രിസഭാ യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇനി ഗണേഷ് കുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. പ്രധാനമായും കോൺഗ്രസ് നിലവിൽ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാർ ഇനി മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. ഈ ബിന്ദു മേനോനെ പരിഹസിച്ചുകൊണ്ട് പിന്നീട് KB ഗണേഷ് കുമാർ രംഗത്ത് വരുന്നൊരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. മുഴുവനായും ഈ ആരോപണങ്ങൾ പൊള്ളയായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. തന്നെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമിക്കുകയാണ്, തിരഞ്ഞെടുപ്പ്
അടക്കം അടുത്തു വരുന്ന ഒരു സമയമാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് വെറും രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ മാത്രമാണെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് KB ഗണേഷ് കുമാർ അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇനി തീരുമാനിക്കേണ്ടത് ഈ മന്ത്രിസഭാ യോഗം നാളെ ചേരുമ്പോഴായിരിക്കും എന്ത് തീരുമാനമുണ്ടാകും, മന്ത്രി രാജിവെക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് 2013 ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യയുടെ പരാതി, ആ പരാതി മേലുണ്ടായ അന്വേഷണം, അങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇനി ആവർത്തിക്കുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരി, വ്യക്തമാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള യദു കൃഷ്ണൻ. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടെന്നും മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ ഇത് നേരിൽ കണ്ടു എന്നുമാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. മന്ത്രിയും സ്റ്റാഫും ചേർന്ന് ഭാര്യ ബിന്ദുവിനെ ആക്രമിച്ചു എന്നും മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നൊക്കെയാണ് ഇപ്പോൾ പരാതിയിലെ പ്രധാന ആവശ്യം തന്നെ. എന്തായാലും ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണമാണ് ഭാര്യ ബിന്ദു മേനോൻ നടത്തിയത്. മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നാണ് ഭാര്യ ബിന്ദു പറയുന്നത്. അതിനെതിരെ ശക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും ചിത്രങ്ങൾ തൻ്റെ പക്കലുണ്ടെന്നും ഒക്കെ ബിന്ദു വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ KSU പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്.